വെൽക്കം ടു ഐഷസ് അക്കാഡമി. നമ്മൾ ഇന്ന് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനെ കുറിച്ച് പഠിക്കുന്നു. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനകത്ത് ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു ഇപ്പോൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് നമുക്ക് 4 തിയറീസ് ഉണ്ട്. ആ തിയറി ഇതൊക്കെയാണ് അതിന് ബേസിക് അസംഷൻസ് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. അപ്പോൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഷോർട്ട് ക്ലാസ് ആണ് ഇന്നത്തെ. തിയറീസ് പറയുന്നതിന് മുന്നേ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ പറയാണ്. ഇപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ക്യാപിറ്റൽ ഏതൊക്കെ സോഴ്സിൽ നിന്ന് ഓർഗനൈസേഷനിലേക്ക് ഒരു ബിസിനസ്സിന് അവൈൽ ചെയ്യാൻ പറ്റുന്നു ആ ഡിഫറെന്റ് സോഴ്സസിന്റെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. കുറച്ചും കൂടി ഡീപ്പായിട്ട് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സ് ഓർ കോമ്പോസിഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ. അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആ ഡെപ്റ്റ് ക്യാപിറ്റലിൻ്റെയും അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. എത്ര പ്രൊപ്പോർഷനിലാണ് ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്തേക്കുന്നത്, എത്ര പ്രൊപ്പോർഷനിലാണ് ഇക്വിറ്റി ഫണ്ട് യൂസ് ചെയ്തേക്കുന്നത്, അതായത് ഒരു ഫേമിൻ്റെ ക്യാപിറ്റലിൽ എത്രമാത്രം ഡെപ്റ്റ് ഉണ്ട്, എത്രമാത്രം ഇക്വിറ്റി ഉണ്ട് എന്നുള്ള ഒരു കോമ്പിനേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് ആ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫേമിൻ്റെ ഒരു സക്സസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യുമ്പോഴത്തേക്കും ഫിക്സ് ചെയ്യുക. അതായത് ഇത്രയും ഡെപ്റ്റ്, ഞങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇങ്ങനെയാണ്, അതുകൊണ്ട് നമുക്ക് ഇത്രയും ഡെപ്റ്റ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഫേമാണ് നമ്മൾ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും ഇക്വിറ്റി എന്നുള്ളൊരു കറക്റ്റ് ഫിക്സേഷൻ എവിടെ ചെയ്യാൻ പറ്റുന്നോ ആ ഒരു ഫിക്സേഷനെയാണ് നമ്മൾ പറയുന്നത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ക്യാപിറ്റൽ സ്ട്രക്ചർ ആ തിയറീസിലോട്ടൊന്ന് പോവാം. ഈ തിയറീസ് എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു ഫേമിൻ്റെ വാല്യൂവിനെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് എത്ര ഡെപ്റ്റ് വന്നാലാണ് അല്ലെങ്കിൽ എത്ര ഇക്വിറ്റി ഡെപ്റ്റും കൂടെ എത്ര മാത്രം പ്രൊപ്പോർഷൻ വന്നാലാണ് ഫേമിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിന് എങ്ങനെയാണ് ഫേമിൻ്റെ വാല്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്ന ചില അസംപ്ഷൻസിനെയാണ് നമ്മൾ ആ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി പറയുന്നത്. അപ്പോൾ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ മെയിൻലി 4 തിയറീസ് ആണ് ഉള്ളത്. നെറ്റ് ഇൻകം തിയറി ഫസ്റ്റ് തിയറി ഏതാണ്? നെറ്റ് ഇൻകം തിയറി. നെക്സ്റ്റ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, ട്രഡീഷണൽ തിയറി ആൻഡ് ലാസ്റ്റ് വൺ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ തിയറി എന്നൊക്കെ നമ്മൾ പറയും. ഒഡിക്കിലേനി മില്ലർ അതിനെയാണ് നമ്മൾ ഷോർട്ടാക്കി ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ നമ്മുടെ 4 തിയറീസ് വരണം. നെറ്റ് ഇൻകം, ഓപ്പോസിറ്റ് ആണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, ആൻഡ് തേർഡ് വൺ ട്രഡീഷണൽ തിയറി, ആൻഡ് ലാസ്റ്റ് വൺ അപ്രോച്ച്. 4 തിയറി ഉള്ളത്. അടുത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനെ ഈ 4 തിയറീസിനെ നമ്മൾ ഒരു ക്രൈറ്റീരിയയിൽ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഈ തിയറീസ് പറയുന്ന അസംഷൻ വെച്ചിട്ട് ഈ തിയറി ഫേമിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നില്ലേ എന്നതിൻ്റെ ബേസിൽ നമ്മൾ എന്തെന്ന് പറയുമെന്നറിയാമോ? റെലവൻറ്റ് തിയറി ആൻഡ് ഇറിലവൻറ്റ് തിയറി എന്ന് രണ്ടായിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനെ നമ്മൾ ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ റെലവൻറ്റ് തിയറി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അഫക്റ്റ് വാല്യൂ ഓഫ് ദ ഫേം എന്നാണ്. എന്താണ് ആ റെലവൻറ്റ് തിയറി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അഫക്റ്റ് ദ വാല്യൂ ഓഫ് ദ ഫേം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഫേമിൻ്റെ വാല്യൂവിനെ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടം തിയറിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റെലവൻറ്റ് തിയറി. 2 തിയറിയാണ് അതിനകത്തുള്ളത്. ഏതാണ്? നെറ്റ് ഇൻകം തിയറി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ തിയറി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള നെറ്റ് ഇൻകം തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? റെലവൻറ്റ് തിയറി. ഓക്കെ. അപ്പോൾ ആദ്യത്തെ തിയറി ആയിട്ടുള്ള നമ്മൾ ആ ഒരു ഓർഡറിലല്ലേ പറഞ്ഞ നെറ്റ് ഇൻകം, നെറ്റ് ഓപ്പറേറ്റിംഗ്, ട്രഡീഷണൽ, എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ തിയറി എന്താണ്? റെലവൻറ്റ് തിയറിയാണ്. അതായത് ആ തിയറി പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഫേമിൻ്റെ വാല്യൂവിനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്ത റെലവൻറ്റ് തിയറി ഏതാണ്? ട്രഡീഷണൽ അപ്രോച്ച്. അപ്പോൾ നെറ്റ് ഇൻകം ആൻഡ് ട്രഡീഷണൽ അപ്രോച്ച് ആർ റെലവൻറ്റ് തിയറീസ് സ്ട്രക്ചർ നമുക്ക് പറയാം. അപ്പോൾ ഇറലവൻ്റ് ഏതാണ്? ബാക്കിയുള്ള 2 ഏതൊക്കെയാണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയും അപ്രോച്ചും എന്താണ്?
ഇറലവന്റ് തിയറീസ് ആണ്. അതായത് ഈ 2 തിയറി പ്രകാരം നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകവും ഇറലവന്റ് തിയറിയും MM അപ്രോച്ചും പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സാധനം ആ ഫേമിന്റെ വാല്യൂവിന് യാതൊരു വിധ ഇൻഫ്ലുവൻസും ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്ന് പറയുന്നത് ഇറലവന്റ് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ഏതൊക്കെയാണ്? 4 എണ്ണമാണ്. നെറ്റ് ഇൻകം തിയറി, നെറ്റ് ഓപ്പറേറ്റിംഗ്, ട്രഡീഷണൽ ആൻഡ് MM അപ്രോച്ച്. അതിൽ ആദ്യത്തെ നെറ്റ് ഇൻകവും തേർഡ് പറഞ്ഞിട്ടുള്ള ട്രഡീഷണലും റെലവന്റ് തിയറിയാണ്. ആൻഡ് സെക്കൻഡ് പറഞ്ഞിട്ടുള്ള നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകവും പിന്നെ ലാസ്റ്റത്തെ MM അപ്രോച്ചും എന്താണ്? ഇറലവന്റ് തിയറി. അപ്പോൾ നമുക്ക് ഓരോ തിയറീസ് ആയിട്ട് എന്ത് ചെയ്യാം നോക്കാം. എന്താണ് നെറ്റ് ഇൻകം അപ്രോച്ച്? അപ്പോൾ ഈ ഒരു തിയറി മൊത്തത്തിൽ ഈ തിയറി ഒരു എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓരോ തിയറീസ് ഇപ്പോൾ നെറ്റ് ഇൻകം അപ്രോച്ചും അതിൻ്റെ അസംഷൻസ് 5 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ നന്നായിട്ട് നോക്കുക. ഇപ്പോൾ നെറ്റ് ഇൻകം അപ്രോച്ചിൻ്റെ വേറൊരു പേരാണ് ഫിക്സഡ് KE. നെറ്റ് ഇൻകം അപ്രോച്ചിന് നമ്മൾ എന്തെന്ന് പറയും? ഫിക്സഡ് KE എന്ന് പറയും. ഈ ഒരു തിയറി കൊണ്ടുവന്നത് ഡേവിഡ് ദുരന്ത് എന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ, ഇദ്ദേഹം തന്നെയാണ് നമ്മൾ അടുത്ത് പറയുന്ന നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകവും കൊണ്ടുവന്നത്. പക്ഷേ ഈ ഒരു തിയറിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഏതെന്ന് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി വരുന്നത്. അപ്പോൾ നെറ്റ് ഇൻകം തിയറിയിൽ പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് തിയറി എ കമ്പനി ക്യാൻ ഇൻക്രീസ് ഇറ്റ്സ് വാല്യൂ ബൈ ഇൻക്രീസിങ് ദ വോളിയം ഓഫ് ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ കോമ്പോസിഷൻ. അപ്പോൾ ഈ തിയറിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അസംഷൻ അല്ലെങ്കിൽ ഈ തിയറി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ആവുന്നത് അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവുന്നത് എപ്പോഴാണെന്ന് അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ കൂടുതലായിട്ട് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറയുന്നു? ആ ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ എന്താണ് ക്യാപിറ്റൽ കോമ്പോസിഷനിൽ ഡെപ്റ്റ് കണ്ടന്റ് കൂടുതലായിട്ട് യൂസ് ചെയ്താൽ അത് എന്തിന് സഹായിക്കും എന്നാണ്? ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ദാറ്റ് മീൻസ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആ ഡെപ്റ്റ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? വാല്യൂ ഓഫ് ദ ഫേം അല്ലെങ്കിൽ യൂസേജ് ഓഫ് ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്? വിൽ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്ന ഒരു തിയറിയാണ് നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇറ്റ്സ് റെലവന്റ് തിയറി. അക്കോർഡിംഗ് ടു ദിസ് തിയറി ഫേം ക്യാൻ മാക്സിമൈസ് ദ വാല്യൂ ആൻഡ് മിനിമൈസ് ദ ഓവർ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ത്രൂ ദ യൂസ് ഓഫ് മോർ ഡെപ്റ്റ്. അപ്പോൾ ഈ തിയറി പ്രകാരം 2 ബെനിഫിറ്റ് ആണ് പറയുന്നത്. അതായത് ഈ തിയറി പ്രകാരം ഡെപ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്താൽ ഫേമിന് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്? ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു കമ്പനി ഏത് ഒരു ക്യാപിറ്റൽ സോഴ്സ് അവൈൽ ചെയ്താലും അതിനെന്തുണ്ട്? അതിനൊരു കോസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഡെപ്റ്റ് ക്യാപിറ്റൽ ആണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഇപ്പോൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്താണ് ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിബഞ്ചേഴ്സിന് എന്ത് കൊടുക്കണം? ആ ഇൻട്രസ്റ്റ് കൊടുക്കണം. ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ആ എമൗണ്ട് എന്ത് കിട്ടും എന്നാണ് അതിൻ്റെ ഒരു ടാക്സ് ബെനിഫിറ്റ് ഇല്ലേ? ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് ടാക്സ് ബെനിഫിറ്റ് കിട്ടൂലേ? അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുമ്പോൾ കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്ത് മിനിമൈസ് ചെയ്ത് നിൽക്കും, കുറഞ്ഞു നിൽക്കും. അതോടൊപ്പം തന്നെ ഇങ്ങനെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുമ്പോൾ എന്തും സംഭവിക്കും എന്നാണ് പറയുന്നത്? വാല്യൂ ഇൻക്രീസ് ആവാൻ എന്ത് സഹായിക്കും? ഡെപ്റ്റ് കോമ്പോസിഷൻ ക്യാപിറ്റൽ സ്ട്രക്ചർ സഹായിക്കും എന്ന് പറയുന്നത് നെറ്റ് ഇൻകം അപ്രോച്ച് അല്ലെങ്കിൽ ഫിക്സഡ് KE. ഇനി പറയുന്നത് എന്താണ്? ഈ ഒരു തിയറിയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ സെയിം പോയിന്റ് ആണ് പറയുന്നത്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ഫേം ഗെറ്റ്സ് reduce in the proportion to volume of debt capital used or increase. അതായത് ഈ ഒരു ഡെപ്റ്റ് ക്യാപിറ്റൽ മോർ ആൻഡ് മോർ നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്താണ്? ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുകയും അതുവഴി ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ഒരു റിലവന്റ് തിയറിയാണ് നെറ്റ് ഇൻകം തിയറി. ഇത് കൊണ്ടുവന്നത് ഡേവിഡ് ദുരന്താണ്. ഇതിൻ്റെ വേറൊരു പേരെന്താണ്? ഫിക്സഡ് KE തിയറി പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു തിയറിയുടെ അതിൻ്റെ കുറച്ച് അസംഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അസംഷൻസ് മുമ്പ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ 5 മാർക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ നെറ്റ് ഇൻകം തിയറിയുടെ അസംഷൻസ് ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് എ ഫേം ഈസ് ഗിവൺ ആൻഡ് റിമൈൻ കോൺസ്റ്റന്റ്. ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എങ്ങനെ ആയിരിക്കണം? ആ കോൺസ്റ്റന്റ് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. അവിടെ എന്ത് വരാൻ പാടില്ല? ചേഞ്ച് വരാൻ പാടില്ല. അപ്പോൾ ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്തായിരിക്കണം? റിമൈൻസ് കോൺസ്റ്റന്റ് ആൻഡ് സെയിം ആയിരിക്കണം. അതാണ് ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ് അസംഷൻ നോക്കുക, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി.
അതാണ് സെക്കൻഡ് അസംഷൻ. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിന് നമ്മൾ സാധാരണ എന്താണ് പറയുന്നത്? കെ ഡി, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. കെ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അങ്ങനെയാണ് നമ്മൾ എഫ് എമ്മിൽ ഈ രണ്ട് ടേംസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ കെ ഡി ഈസ് ലെസ് ദാൻ കെ ഇ ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഇക്വിറ്റിയെക്കാളും ചീപ്പറായിട്ട് ഡെപ്റ്റ് അവൈലബിൾ ആവുന്ന സിറ്റുവേഷനിലാണ് ഈ ഒരു തിയറി ആപ്ലിക്കബിൾ ആവുന്നത്. അങ്ങനെയാണെങ്കിലല്ലേ കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുകയും ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടി വരുമ്പോഴത്തേക്ക്, ഡിബഞ്ചർ വാങ്ങിയവർക്ക് കൊടുക്കേണ്ടി വരുമ്പോഴത്തേക്ക് അവിടെ കെ ഡി എന്താണ്? ഹൈ എന്നല്ലേ പറയാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ബേസിക് അസംഷൻ പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ദാൻ ഓഫ് ഇക്വിറ്റി. അതാണ് സെക്കൻഡ് അസംഷൻ. അടുത്തത്, ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മോർ ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ വിൽ നോട്ട് അഫക്ട് ദ റിസ്ക് പെർസെപ്ഷൻ ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇപ്പോൾ ഒരു ഫേം കൂടുതലായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡെപ്റ്റ് യൂസ് ചെയ്ത് വരുമ്പോൾ നോർമലി ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? ഒരു റിസ്ക് മെൻറ്റാലിറ്റി. അതായത് കൂടുതൽ ഡെപ്റ്റ് ഉണ്ടായാൽ അതൊരു റിസ്കിലോട്ട് പോവുമോ? ഷെയർസ് വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് introduction of more debt or usage of more debt in capital structure will not affect the perception of shareholders അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ പെർസെപ്ഷനിൽ യാതൊരുവിധ ചേഞ്ചും വരാൻ പാടില്ല. എന്ത് യൂസ് ചെയ്യുമ്പോൾ? മോർ ആൻഡ് മോർ ഡെപ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ. അടുത്ത് പറയുന്നത് ദർ ഈസ് നോ കോർപ്പറേറ്റ് ടാക്സ്. ഇവിടെ എന്തില്ല? കോർപ്പറേറ്റ് ടാക്സ് ഇല്ലാത്ത സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു തിയറി അപ്ലൈ ചെയ്യുന്നത്. നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഓക്കെ. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഈസ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു അസംഷൻ പറഞ്ഞില്ലേ? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അതുപോലെ തന്നെ ഈ ഡെപ്റ്റിൻ്റെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയുടെ ഫ്ലോട്ടേഷൻ കോസ്റ്റിനെ കുറവായിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള അസംഷൻസ് ഓഫ് നെറ്റ് ഇൻകം തിയറി. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം. ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ദ ഫേം ഈസ് ഗിവൺ ആൻഡ് റിമൈൻ കോൺസ്റ്റന്റ് ആണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആയിരിക്കണം. ആൻഡ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്, അപ്പോൾ ആ ഒരു അസംഷൻ പറയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റിനും കൂടെ ഓർത്തിരിക്കുക. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. ആൻഡ് നോ കോർപ്പറേറ്റ് ടാക്സ് ആൻഡ് നോ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഈ ഒരു തിയറി പ്രകാരം, ഈ പറഞ്ഞിട്ടുള്ള അസംഷൻസ് പ്രകാരം ഫേമിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കണം? therefore വാല്യൂ ഓഫ് ദ ഫേം വി ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ഡി എന്ന് പറയുന്ന ഇക്വേഷനാണ്. വി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഈക്വൽ ടു എന്താണ്? ഇ പ്ലസ് ഡി എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് ഇ എന്ന് പറഞ്ഞാൽ? ഇ എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഇക്വിറ്റി, ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ഓഫ് ഡെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സറാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫേമിൻ്റെ വാല്യൂ അക്കോർഡിംഗ് ടു ഇൻകം തിയറി. അപ്പോൾ അതൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് തിയറി നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. നേരത്തെ നമ്മൾ പറഞ്ഞത് നെറ്റ് ഇൻകം തിയറി. ആ ഇൻകത്തിനിടയിൽ ഒരു ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്ന ഒരു വേർഡും കൂടെ വന്നു. പക്ഷേ അതിൻ്റെ മീനിങ് അസംഷൻസ് ഫുള്ള് മാറുകയാണ്. അതായത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിനെ നമ്മൾ ഫിക്സഡ് കെ ഒ തിയറി പറയും. അപ്പോൾ നെറ്റ് ഇൻകം തിയറി നമ്മൾ എന്തെന്ന് പറഞ്ഞു? ഫിക്സഡ് കെ ഇ തിയറി എന്ന് പറഞ്ഞു. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിലോട്ട് വരുമ്പോൾ നമ്മൾ എന്തെന്ന് പറയും? ഫിക്സഡ് കെ ഒ തിയറി എന്ന് പറയും. ഈ തിയറി കൊണ്ടുവന്നതും ആര് തന്നെയാണ്? നമ്മുടെ ഡേവിഡ് ദുരന്ത് തന്നെയായിരുന്നു ആദ്യം കൊണ്ടുവന്നത് നെറ്റ് ഇൻകം തിയറി. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പോൾ അദ്ദേഹം പറയുന്നു ഇങ്ങനെ അല്ല, അതായത് നെറ്റ് ഇൻകത്തിൽ പറഞ്ഞ പോലെ അല്ല, അതിൻ്റെ ഓപ്പോസിറ്റാണ് കാര്യങ്ങളെന്ന് നമ്മുടെ ഡേവിഡ് ദുരന്ത് എങ്ങനെയാണ് പറയുന്നത്? നെറ്റ് ഓപ്പറേറ്റിംഗ് തിയറി, according to this theory, the value of the firm is not related to capital structure. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ആദ്യം പറഞ്ഞത് എന്താണെന്ന്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനമാണ് എന്ത് ചെയ്യുന്നതെന്ന്? ഫേമിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് ആദ്യത്തെ തിയറിയിൽ പറഞ്ഞിട്ട് ഇപ്പം പറയുന്നത് എന്താണ്? വാല്യൂ ഓഫ് ദ ഫേം ഈസ് നോട്ട് റിലേറ്റഡ് ടു ക്യാപിറ്റൽ സ്ട്രക്ചർ. പിന്നെ ഇത് എന്തിനാണ് ബേസ് ചെയ്തേക്കുന്നത്? ദ തിയറി സേസ് ദാറ്റ് ചേഞ്ച് ഇൻ ലിവറേജ് വിൽ നോട്ട് മേക്ക് എനി ചേഞ്ച് ഇൻ ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം. ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞ ഈ ലിവറേജ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനൊന്ന് അത് റിമൈൻഡ് ചെയ്യാം. ലിവറേജ് എന്ന് പറഞ്ഞാൽ യൂസേജ് ഓഫ് ഡെപ്റ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് ഇതിങ്ങനെ ലിവറേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ദ ഫേമിൽ യാതൊരുവിധ
ചേഞ്ചും സംഭവിക്കില്ല എന്ന് പറയുന്ന തിയറിയാണ് എന്താണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പോൾ നെറ്റ് ഇൻകത്തിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഇത്? നെറ്റ് ഇൻകത്തിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞു? ഡെപ്റ്റ് യൂസ് ചെയ്താൽ ഫേമിന്റെ വാല്യൂ കൂടുമെന്ന് നെറ്റ് ഇൻകത്തിൽ പറഞ്ഞു. ഇവിടെ പറയുന്നു നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ പറയുന്നു ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് എന്ന് കരുതിയിട്ട് ഫേമിന്റെ വാല്യൂവിൽ യാതൊരുവിധ ചേഞ്ച് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു. The overall capitalization rate or value of the firm depend on business risk and hence capital structure or its composition is irrelevant in determining. എന്ന് പറയുന്നുണ്ട് ആ ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റും ഫേമിന്റെ വാല്യൂവും ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് എന്തിനെയാണ്? ബിസിനസ് റിസ്കിനെയാണ് അല്ലേ? ബിസിനസ് റിസ്കിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്, അവരുടെ ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ തിയറി പ്രകാരം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇർറിലവൻ്റ് ഇൻ ഡിറ്റർമിനിങ് ദ വാല്യൂ. അപ്പോൾ മറക്കരുത്, നെറ്റ് ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറിലവൻ്റ് തിയറിയാണ്, നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ റെലവൻ്റ് തിയറിയാണ്. അപ്പോൾ നമുക്ക് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിന്റെ അസംഷൻസിലോട്ട് പോവാം. എന്തൊക്കെ അസംഷൻസ് ആണ്? ഓവറോൾ ക്യാപിറ്റൽ KO, ഓവറോൾ ക്യാപിറ്റലിന് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? KO റിമൈൻ കോൺസ്റ്റന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ഡെപ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. നമ്മൾ നേരത്തെ ഫസ്റ്റ് തിയറിയിൽ പറഞ്ഞപ്പോൾ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഓവറോൾ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യപ്പെടും എന്നൊക്കെ പറഞ്ഞില്ലേ? ഇവിടെ പറയുന്നത് എന്താണ്? ഡെപ്റ്റ് യൂസ് ചെയ്താലും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ തന്നെ ആയിരിക്കും റിമൈൻ ചെയ്യുന്നതാണ് സെയിം. അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ യാതൊരുവിധ ചേഞ്ചും സംഭവിക്കില്ല. വാല്യൂ ഓഫ് ദ ഫേം ഈസ് ബേസ്ഡ് ഓൺ ദി എന്താണ്? NOI എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേമിന്റെ ഏണിങ്സിന് അല്ലേ? അപ്പോൾ ആ ടോട്ടൽ ഏണിങ്സിന് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടിരിക്കും എന്താണ്? ഫേമിന്റെ വാല്യൂ. അപ്പോൾ ഈ ഒരു നെറ്റ് ഓപ്പറേറ്റിംഗ് തിയറി പ്രകാരം, നെറ്റ് ഓപ്പറേറ്റിംഗ് തിയറി പ്രകാരം ഫേമിന്റെ വാല്യൂ അതിന്റെ ഓപ്പറേറ്റിംഗ് ഏണിങ്സിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. എന്തിനെ അല്ല? ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അല്ല. അതിന്റെ ഇവിടെ പറയുന്ന ഈ ഒരു തേർഡ് പറയുന്ന അസംഷൻ നേരത്തേലും സെയിം ആണ്. എന്താണ്? ദെയർ ഈസ് നോ ടാക്സ്. നേരത്തെ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലോവർ ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആൻഡ് KD റിമൈൻസ് കോൺസ്റ്റന്റ്. അടുത്ത് പറയുന്നത് നേരത്തെ സെയിം ഒരു അസംഷൻ തന്നെയാണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാളും കുറവാണ്. ഇതിൽ രണ്ടിലും ഈ ഒരു അസംഷൻ പറയാൻ കാരണം രണ്ടും ഓപ്പോസിറ്റ് മീനിങ് ആണ്. എന്നിട്ടും പറയുന്നത് ഇങ്ങനെയാണ്, ഈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റിയെക്കാളും കുറവാണ് എന്ന് കരുതിക്കൊണ്ട് കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്താലും ഫേമിന്റെ വാല്യൂവിൽ യാതൊരുവിധ ചേഞ്ചും ഉണ്ടാവില്ല. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തും ചെയ്യൂല, കുറയൂല എന്നാണ് ഇന്നത്തെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ തേർഡ് തിയറിയാണ് ട്രഡീഷണൽ തിയറി, അല്ലെങ്കിൽ നമ്മളിതിനെ ഇന്റർമീഡിയറ്റ് തിയറി പറയും കേട്ടോ. ട്രഡീഷണൽ തിയറി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് തിയറി കൊണ്ടുവന്നത് ആരാണെന്നറിയാമോ? സോളമൻ എസ്ര, അല്ലെങ്കിൽ നമ്മൾ എസ്ര സോളമൻ അങ്ങനെയൊക്കെ പറയും. 1963 അദ്ദേഹം ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്റർമീഡിയറ്റ് തിയറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളുടെ ഒരു എന്താണ്, ഒരു മിക്സ്ചറാണ്, ഒരു പരിധിവരെ അതിന്റെ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ ഈ ഒരു ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സിമ്പിൾ മീനിങ് ഇങ്ങനെയാണ്. ഓക്കെ, ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഒരു ക്യാപിറ്റൽ കോമ്പോസിഷനിൽ ഡെപ്റ്റ് യൂസ് ചെയ്യാം. അതൊരു ലെവലുണ്ട്, അല്ലെങ്കിൽ ഒരു 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 സ്പെസിഫിക് സ്റ്റേജ് വരെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഡെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? ആ സ്റ്റേജ് കഴിഞ്ഞ് വീണ്ടും യൂസ് ചെയ്താൽ ഫേമിന്റെ ആദ്യം നമ്മളിപ്പോൾ ഒരു ഫേം ഡെപ്റ്റ് യൂസ് ചെയ്യുന്നു, ഫേമിന്റെ വാല്യൂ ഇൻക്രീസ് ആയി. അഗെയിൻ യൂസ് ചെയ്യുന്നു, ഫേമിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയി. ആൻഡ് അഗെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേമിന്റെ ഡിക്രീസ് ആവും എന്ന് പറയുന്ന തിയറിയാണ് ട്രഡീഷണൽ തിയറി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് തിയറി പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അപ്രോച്ചസ് ടേക്സ് എ മിഡ് വേ ബിറ്റ്വീൻ നെറ്റ് ഇൻകം അപ്രോച്ച് ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച്. അപ്പോൾ നമ്മുടെ നെറ്റ് ഇൻകം അപ്രോച്ചിന്റെയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിന്റെയും ഒരു എന്താണ് മിഡ് വേ ആണ് ട്രഡീഷണൽ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് തിയറി എന്ന് പറയുന്നത്. കാരണം നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ആദ്യം നമുക്ക് എന്ത് ചെയ്യാന്ന് പറയുന്നുണ്ട്? നമുക്ക് ഡെപ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ആവും. ഓക്കെ, ഇവിടെ അങ്ങനെ പറയുന്നുണ്ട്. അടുത്ത നെറ്റ് ഓപ്പറേറ്റിംഗിൽ എന്ത് പറയുന്നുണ്ട്? ഡെപ്റ്റ് യൂസ് ചെയ്താലും വാല്യൂ ഓഫ് ദ ഫേം എന്ത് ചെയ്യുന്നില്ല? ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ തിയറി എങ്ങനെയാണ് വാല്യൂ ഓഫ് ദ ഫേമും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിലുള്ള ഒരു റിലേഷൻ പ്രസ്താവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ 3 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്. സ്റ്റേജ് ഓഫ് ഡെപ്റ്റ് 3 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
ഫസ്റ്റ് സ്റ്റേജ് വെൻ ഡിഗ്രി ഓഫ് ലിവറേജ് ഇൻക്രീസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KO ഈസ് ഷോയിങ് എ ഡിക്രീസ്ഡ് ട്രെൻഡ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്റ്റ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫേം അവരുടെ ക്യാപിറ്റലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്റ്റ് യൂസ് ചെയ്യുന്നു. അത് ഫസ്റ്റ് സ്റ്റേജിൽ എന്തായിട്ട് മാറുമെന്ന് അറിയാമോ? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ, ഇത് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഓക്കെ, എല്ലാം ഓക്കെ ആണ്. ഏതുപോലെയാണ്? നെറ്റ് ഇൻകം അപ്രോച്ച് പോലെ. ദ യൂസ് ഓഫ് ഡെപ്റ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് ഡിക്രീസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ആദ്യം ട്രഡീഷണൽ തിയറീൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ജസ്റ്റ് ലൈക്ക് ഏതുപോലെയാണ്? നെറ്റ് ഇൻകം തിയറി പോലെ. ഡെപ്റ്റ് യൂസ് ചെയ്യുന്നു, വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ആവുന്നു, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നു. അടുത്ത സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? when the degree of leverage is again increased, the overall cost of capital become constant without either increase or decrease. അതായത് ആദ്യത്തെ സ്റ്റേജിൽ ഇൻക്രീസ് ആയി, വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ആയി. സെക്കൻഡ് വീണ്ടും ഡെപ്റ്റ് യൂസ് ചെയ്തു, വാല്യൂ ഓഫ് ദ ഫേം എന്തായില്ല, ഇൻക്രീസ് ആയില്ല എന്ന് മാത്രമല്ല, അവിടെ എന്താണ് ഒരു ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടാവും, അതായത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. ആൻഡ് തേർഡ് സ്റ്റേജ് എങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ദാറ്റ് KO start increasing at the third stage when the firm uses more amount of borrowed fund. Further, the increase in the debt capital structure will increase KO and reduce the, ഇത് കോൺസ്റ്റന്റ് ആയി നിന്നതിന് ശേഷവും ഡെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേമിന്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഫേമിന്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനും ഫേമിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാൻ കാരണമാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ തേർഡ് സ്റ്റേജസ് ഓഫ് ട്രഡീഷണൽ വ്യൂ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് തിയറി. സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജിൽ ഡെപ്റ്റ് യൂസ് ചെയ്താൽ, ആദ്യമായിട്ട് ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫേമിന്റെ വാല്യൂ ഇൻക്രീസ് ആവും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. സെക്കൻഡ് വീണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ കോൺസ്റ്റന്റ് ആണ്, വാല്യൂ ഓഫ് ദ ഫേം എന്ത് ചെയ്യൂല, ഇൻക്രീസും ഡിക്രീസും ഇല്ല, കോൺസ്റ്റന്റ്. വീണ്ടും തേർഡ് എഗെയിൻ ആൻഡ് എഗെയിൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്നു? ആ വാല്യൂ ഓഫ് ദ ഫേം കുറയുക മാത്രമല്ല, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യാനും തുടങ്ങും? കൂടാനും തുടങ്ങും. അതായത് ഫേമിന് ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ ലാസ്റ്റ് തിയറിയിലോട്ട് പോകും. ലാസ്റ്റ് തിയറി എന്താണ്? MM ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ MM അപ്രോച്ച് എന്നൊക്കെ പറയേ. അപ്പോൾ ഇതിന് രണ്ട് കോ മെമ്പേഴ്സ് ചേർന്നിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, ഫ്രാങ്കോ മൊഡിഗിലൻ ആൻഡ് മില്ലർ. അതുകൊണ്ടാണ് അതിനെ MM ഹൈപ്പോത്തിസിസ് എന്ന് പറയാൻ കാരണം. ഇവർ പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഇറലവൻറ്റ് ഫോർ ദ വാല്യൂ ഓഫ് ദ ഫേം. ഇറലവൻറ്റ് തിയറിയാണ് അല്ലേ? MM അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറലവൻറ്റ് തിയറിയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്? ഇറലവൻറ്റ് ഫോർ വാല്യൂ ഓഫ് ദ ഫേം. ഫേമിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒന്നും അല്ല. ഫേമിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന് യാതൊരു റിലവൻസും ഇല്ല എന്നുള്ളതാണ് അപ്രോച്ചിൽ പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ബൈ ചേഞ്ചിങ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ദ വാല്യൂ ഓഫ് ദ ഫേം ഡസ് നോട്ട് ചേഞ്ച്. ഈ ഡെപ്റ്റിന്റെയും ഇക്വിറ്റിന്റെയും പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്തത് കൊണ്ട് മാത്രം ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യൂല, ചേഞ്ച് ചെയ്യൂല. ദാറ്റ് മീൻസ് എന്താണ്? ഇവര് ഉറപ്പിച്ചു പറയുന്നു, ഡെപ്റ്റും ഇക്വിറ്റിയും എത്ര പ്രൊപ്പോർഷൻ എങ്ങനെ ആക്കിയാലും ഫേമിന്റെ വാല്യൂവിൽ യാതൊരുവിധ ചേഞ്ചും ഇല്ല. പിന്നെ എങ്ങനെ ഫേമിന്റെ വാല്യൂ ചേഞ്ച് ആവും? ദ ഫേംസ് വാല്യൂ ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ഏർണിങ്സ് ആൻഡ് റിസ്ക് ഇറ്റ്സ് അസറ്റ്സ് റാദർ ദാൻ ഫിനാൻഷ്യൽ. അപ്പോൾ ഇവിടെ ഹോം അപ്രോച്ചിൽ പറയുന്നത് ഫേമിന്റെ വാല്യൂ എന്തിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്? ഫേമിന്റെ ഏർണിങ്സിനെയാണ്, അല്ലാതെ എന്തിനെ അല്ല, ആ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അല്ല എന്ന് പറയുന്ന ഇറലവന്റ് തിയറിയാണ് MM അപ്രോച്ച്. നമുക്ക് MM അപ്രോച്ചിന്റെ ഹൈപ്പോത്തിസിസ് നോക്കാം. എന്താണ്? പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് എങ്ങനെയായിരിക്കണം? പെർഫെക്റ്റ് ആയിരിക്കണം. ഇൻവെസ്റ്റേഴ്സ് ബിഹേവിങ് ആസ് റാഷണൽ. ഇൻവെസ്റ്റേഴ്സിന് എന്താണ്? ഫ്രീലി ദേ ക്യാൻ ഫ്രീലി ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ്. അവർക്കൊരു ഫ്രീഡം ഉണ്ട്, അവർക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം? സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉള്ള ഫ്രീഡം ഉള്ള ഒരു പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് MM അപ്രോച്ച് ഓക്കെ ആവുന്നത്. അടുത്ത് പറയുന്നത് ഹോം മെയ്ഡ് ലിവറേജ്. അതായത് a perfect substitute for corporate leverage. It implies that investors can borrow unlimited amount at the same rate as a companies can. ഹോം മെയ്ഡ് ലിവറേജിൽ പറയുന്നത് കമ്പനീസിന് എത്രമാത്രം ബോറോ ചെയ്യാൻ പറ്റുമോ അതുപോലെ ഒരു ബോറോയിങ് പവർ ആർക്കും ഉണ്ടെന്നാണ്, ഇൻഡിവിജ്വൽസിനും ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അവരെല്ലാവരും കൂടെ കൊണ്ടുവന്ന് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ അവരുടെ ഡിബഞ്ചേഴ്സ് വാങ്ങണമെന്നോ അല്ല പറയുന്നത്. ഇൻഡിവിജ്വൽസിന് എന്തുണ്ട്? ബോറോയിങ് പവർ ഉണ്ടെന്നാണ് അവരുടെ വേറൊരു അസംപ്ഷൻ. നോ ടാക്സസ്. നമ്മളെ
എല്ലാ തിയറിയിലും നമ്മൾ കോമൺ ആയിട്ട് കണ്ട ഒരു അസംഷനാണ് നോ ടാക്സസിന്റെ ആ ഫുൾ പേ ഔട്ട്. അതായത് ലാസ്റ്റ് അസംഷനിൽ പറയുന്നത് ഫേംസ് ഡിസ്ട്രിബ്യൂട്ട് ഓൾ ദെയർ ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആസ് ഡിവിഡൻഡ്. ഈ ഫേമിനുണ്ടാകുന്ന എല്ലാ ഏർണിങ്സും ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം ഇവർ എന്തായിട്ട് ആ ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഫേമിന് 100% പേ ഔട്ട് റേഷ്യോ ആണ് ഉള്ളത് എന്നുള്ളത്. ഈ 4 നമ്മുടെ ഹൈപ്പോത്തിസിസ് അസംഷൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഇപ്പോൾ നിങ്ങളുടെ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ എംകോമിന് ഇത് സിലബസ് ആയിട്ടുണ്ട്, ബികോമിനും ഉണ്ട്. ഇനി അതല്ല നിങ്ങൾ വേറെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു എക്സാമിന് പോകുമ്പോഴും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ്. നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.